പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും +2 ബിസിനസ് സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എന്താണ് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്ലാനിങ് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്ങിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ടൈപ്സ് ഓഫ് പ്ലാൻസ് എന്ന പലതരം പ്ലാനുകൾ. ഈ പ്ലാനുകളെ അവയുടെ ബേസ്ഡ് ഓൺ യൂസ് ആൻഡ് ലെങ്ത് ഓഫ് പ്ലാനുകളുടെ വലിപ്പവും അതിൻ്റെ ഉപയോഗത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. അതാണ് ഒന്ന് സിംഗിൾ യൂസ് പ്ലാൻ, രണ്ടാമത്തേത് സ്റ്റാൻഡിംഗ് പ്ലാൻ. അപ്പോൾ എന്താണ് സിംഗിൾ യൂസ് പ്ലാൻ? ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫോർ വൺ ടൈം ഇവൻ്റ് ഓർ പ്രോജക്റ്റ്. ഒരു പ്രാവശ്യത്തെ പ്രോജക്റ്റ്, ഒരു ഇവൻ്റ് നടത്താൻ വേണ്ടിയുള്ള പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. It is used for a course of action which is not likely to be repeated in future. ഭാവിയിൽ വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം പ്ലാനുകൾ തയ്യാറാക്കുന്നത്. The duration of such a plan may depend upon the type of project, maybe for one day, a week or a month, such as organizing an event, a seminar, a conference, etc. ഈ പ്ലാനിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസമാകാം, അല്ലെങ്കിൽ ഒരാഴ്ചക്ക് വേണ്ടിയുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാസത്തിന് വേണ്ടിയുള്ളതായിരിക്കാം. സച്ച് ആസ് ഓർഗനൈസിങ് ആൻ ഈവൻറ്റ്, ഒരു ഈവൻറ്റ് സംഘടിപ്പിക്കുക, എന്തെങ്കിലും ഒരു ഈവൻറ്റ് അല്ലെങ്കിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുക, ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുക. ഇങ്ങനെ കുറഞ്ഞ കാലത്തേക്ക് നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് സിംഗിൾ യൂസ് പ്ലാനുകൾ. സിംഗിൾ യൂസ് പ്ലാൻസ് ഇൻക്ലൂഡ്സ്, ഇത് സിംഗിൾ യൂസ് പ്ലാനുകളിൽ ഉൾക്കൊള്ളുന്നത് ബഡ്ജറ്റ്സ്, പ്രോഗ്രാംസ് ആൻഡ് പ്രോജക്ട്സ്. ബഡ്ജറ്റുകൾ, പ്രോഗ്രാമുകൾ, പ്രോജക്റ്റുകൾ, ഇതൊക്കെയാണ് സിംഗിൾ യൂസ് പ്ലാന്റ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു പ്ലാനുകളെ അവയുടെ കാലദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിലും ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് രണ്ടായി തരംതിരിക്കാം. അതിലൊന്ന് സിംഗിൾ യൂസ് പ്ലാൻ, രണ്ടാമത്തെ സ്റ്റാൻഡിംഗ് പ്ലാൻ. ഈ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇവൻ്റ് നടത്താൻ, ഒരു ടൂർണമെൻറ്റ് നടത്താൻ, ഒരു സെമിനാർ നടത്താൻ, ഒരു കോൺഫറൻസ് നടത്താൻ ഉണ്ടാക്കുന്ന പ്ലാനുകളാണ്. ഇത് പിന്നീട് ആവർത്തിക്കില്ല. ഇത്തരം പ്ലാനുകളുടെ കാലദൈർഘ്യം എന്ന് പറയുന്നത് ഒരു ദിവസമോ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ ആയിരിക്കും. ഇത്തരം സിംഗിൾ യൂസ് പ്ലാനുകൾ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ആവാം, പ്രോഗ്രാംസ് ആകാം, പ്രോജക്റ്റ്, ഏത് രൂപത്തിലും ആവാം. രണ്ടാമത്തെ തരം പ്ലാനാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന, ആവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്, കുറേ കാലം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉള്ള പ്ലാനുകളാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ഡെവലപ്ഡ് വൺസ് ബട്ട് ഈസ് മോഡിഫൈഡ് from time to time to meet business needs as required. അപ്പോൾ ഇത് മോഡിഫൈഡ് ഫ്രം ടൈം ടു ടൈം, ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതിനിങ്ങനെ കാലാകാലങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും ഈ സ്റ്റാൻഡിംഗ് പ്ലാൻ. അപ്പോൾ സ്റ്റാൻഡിംഗ് പ്ലാൻ ഒരു പ്രാവശ്യമാണ് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ബിസിനസ്സിൻ്റെ സാഹചര്യങ്ങൾ, എൻവയോൺമെൻറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ
ഈ പ്ലാനിൽ വരുത്തിക്കൊണ്ടിരിക്കും. ഇത്തരം പ്ലാനുകളെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കുന്ന ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലാനുകളാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡിംഗ് പ്ലാൻ ഇൻക്ലൂഡ്സ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, റൂൾസ്. പോളിസീസ് ഉണ്ടാവാം, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, റൂൾസ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ സ്റ്റാൻഡിംഗ് പ്ലാനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് പ്ലാനുകളെ അവയുടെ കാലദൈർഘ്യത്തിൻ്റെയും ഉപയോഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കാമെന്ന് പഠിച്ചു. ഒന്ന് സിംഗിൾ യൂസ് പ്ലാൻ. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, ഒരു വൺ ടൈം ഇവൻറ്റ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന പ്ലാനുകളാണ് സിംഗിൾ യൂസ് പ്ലാന്. ഇത്തരം പ്ലാനുകളുടെ കാലദൈർഘ്യം എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ളതാം, ഒരാഴ്ചത്തേക്ക്, അല്ലെങ്കിൽ ഏറ്റവും കൂടിയത് ഒരു മാസത്തേക്ക് വേണ്ടിയുള്ള പ്ലാനുകളാണ് ഈ സിംഗിൾ യൂസ് പ്ലാനുകൾ. ഇതൊരു ടൂർണമെൻറ്റോ സെമിനാറോ കോൺഫറൻസോ ഒക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാനുകളാണ്. ഇത്തരം പ്ലാനുകളിൽ ഉൾക്കൊള്ളുന്നത് ബഡ്ജറ്റ്, പ്രോഗ്രാംസ്, പ്രോജക്റ്റ്, ഇതൊക്കെ ഇത്തരം പ്ലാനുകളിൽ ഉൾക്കൊള്ളുന്നു. സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, റെഗുലർലി റിപ്പീറ്റഡ്, അങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ. ഈ സ്റ്റാൻഡിംഗ് പ്ലാനുകൾ ഒരിക്കൽ രൂപീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന, സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്താവുന്നതാണ്. ഇത്രയും ആണ് ഈ പ്ലാനുകളെ അവയുടെ കാലദൈർഘ്യത്തിൻ്റെയും ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് രണ്ടായിട്ടാണ് സിംഗിൾ യൂസ് പ്ലാൻ, സ്റ്റാൻഡിംഗ് പ്ലാൻസ്. ഇനി പ്ലാനുകളെ അവയുടെ ബേസ്ഡ് ഓൺ വാട്ട് ദ പ്ലാൻ സീക്ക് ടു അച്ചീവ്, പ്ലാനുകൾ കൊണ്ട് എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്ലാനുകൾ കൊണ്ട് എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാനുകളെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന രീതിയിൽ തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾ, പ്രോഗ്രാം, ബഡ്ജറ്റ്. അപ്പോൾ പ്ലാനുകൾ നമ്മൾ ആദ്യം തരംതിരിക്കുന്ന പഠിച്ചു. കാലദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടെണ്ണമായി തരംതിരിക്കാമെന്ന് പഠിച്ചു. ഇവിടെ പ്ലാനുകൾ കൊണ്ട് എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാനുകൾ ഇങ്ങനെ നമുക്ക് 8ആയി തരംതിരിക്കാം. ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾ, പ്രോഗ്രാം, ബഡ്ജറ്റ്. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ, സ്ട്രാറ്റജീസ് പറഞ്ഞാൽ തന്ത്രങ്ങൾ, പോളിസി നയങ്ങൾ, പ്രൊസീജിയർ നടപടിക്രമങ്ങൾ, മെത്തേഡ് എന്ന് പറഞ്ഞാൽ രീതികൾ, റൂൾ നിയമങ്ങൾ, പ്രോഗ്രാം പരിപാടികൾ, ബഡ്ജറ്റ്. ഇനി ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ആർ ദി എൻഡ്സ് ടുവേഴ്സ് വിച്ച് ആൻ ആക്ടിവിറ്റീസ് ഈസ് എയിംഡ്. ഒരു ബിസിനസ്സിൻ്റെ അവസാന ലക്ഷ്യം എന്താണോ അതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ അവസാനത്തെ ലക്ഷ്യം, ഈ വർഷം നേടേണ്ട അവസാനത്തെ ലക്ഷ്യം എന്താണോ അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ആർ ദി എൻഡ്സ്, അത് അവസാനമാണ്. ടുവേഴ്സ് വിച്ച് ആൻ ആക്ടിവിറ്റീസ് ഈസ് എയിംഡ്, അതിലേക്കാണ് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ്, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയാണ് എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. ദേ ആർ ദ റിസൾട്ട് ടു ബി അച്ചീവ്ഡ്. ഇവ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ റിസൾട്ടുകളാണ്. ഇൻ അതർ വേർഡ്സ്, ഒബ്ജക്റ്റീവ്സ് ആർ ദി ഗോൾസ്, എയിംസ് ഓർ പർപ്പസ് ദാറ്റ് ദ ഓർഗനൈസേഷൻ വിഷസ് ടു അച്ചീവ്. ഒരു സ്ഥാപനം നേടാൻ ആഗ്രഹിക്കുന്ന ഗോൾസ്, എയിംസ്, പർപ്പസ്, ഇതൊക്കെ ആണ് ലക്ഷ്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, ഇപ്പോൾ ഉദാഹരണം, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ സെയിൽ ഓഫ് പ്രോഡക്റ്റ് ബൈ 10%,
ഒരു ഒരു സാധനത്തിൻ്റെ വിൽപ്പന 10% വർദ്ധിക്കുക. ഇത് വർദ്ധിക്കണം, ഈ വർഷം വർദ്ധിക്കണം എന്നുള്ള ലക്ഷ്യം വെക്കുക. അപ്പോൾ അത് ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു എൻഡ് എയിമാണ്, എൻഡ് ഗോൾ എന്ന് പറയാം, അവസാനത്തെ ലക്ഷ്യം. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം എന്താണോ ആ വർഷം നേടാൻ ഉദ്ദേശിക്കുന്നത്, അവസാനമായി നേടാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണങ്ങൾ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലാഭം ഈ വർഷം 10% വർദ്ധിക്കണം, അല്ലെങ്കിൽ വിൽപ്പനയിൽ 20% വർധനയുണ്ടാകണം, അല്ലെങ്കിൽ ഈ പ്രാവശ്യം 1,00,000 ടൺ ഉൽപ്പാദനം നടക്കണം. ഇങ്ങനെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ എൻഡ് റിസൾട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ലക്ഷ്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്ട്രാറ്റജി എന്നുള്ളതിൻ്റെ മലയാളം തന്ത്രങ്ങൾ. ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് പ്ലാൻ ഫോർ അക്കംപ്ലിഷ് ആൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ബൈ കൺസിഡറിങ് ദി ബിസിനസ് എൻവയോൺമെൻറ്റ്. അതായത് ചേഞ്ചസ് ഇൻ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ എൻവയോൺമെൻറ്റ്. എക്സാമ്പിൾ: ഡിസ്കൗണ്ട് സെയിൽ, സ്ക്രാച്ച് കൂപ്പൺ, ഗിഫ്റ്റ്സ് ഫോർ കസ്റ്റമേഴ്സ്. There are some of the strategies that can be adopted for sales promotion. അപ്പോൾ ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ. ഇപ്പോൾ തന്ത്രങ്ങൾ ഉദാഹരണത്തിന് വിൽപ്പന വർദ്ധിപ്പിക്കാൻ പലതരം തന്ത്രങ്ങൾ ഉപയോഗിക്കാം. ഒരു സ്ഥാപനത്തിൻ്റെ വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, 20% വിൽപ്പന വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ടെങ്കിൽ, ഈ 20% വിൽപ്പന വർധന ഉണ്ടാകാൻ ആവശ്യമായ തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങൾ ഒന്നുകിൽ ഡിസ്കൗണ്ട് കൊടുക്കുക, വിൽപ്പനയിൽ ഡിസ്കൗണ്ട് കൊടുക്കുക, വിൽപ്പന വിലയിൽ ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്ക്രാച്ച് കൂപ്പൺ, ഈ ബില്ലിൻ്റെ കൂടെ സ്ക്രാച്ച് കൂപ്പൺ കൊടുക്കുക. അത് സ്ക്രാച്ച് ചെയ്തിട്ട് ഇന്ന നമ്പറാണ് ഉണ്ടെങ്കിൽ സമ്മാനം നേടുക, അത് കൊടുക്കാം. ഗിഫ്റ്റ് കൊടുക്കാം, കസ്റ്റമേഴ്സിന് ഗിഫ്റ്റുകൾ കൊടുക്കുക, വാങ്ങുന്ന സാധനത്തിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് എക്സ്ട്രാ. ഇങ്ങനെ ഓഫർ കൊടുക്കൽ, ഗിഫ്റ്റ് കൊടുക്കൽ, സ്ക്രാച്ച് കൂപ്പൺ കൊടുക്കൽ, ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സെയിൽസ് പ്രൊമോഷൻ, വിൽപ്പന വർദ്ധിപ്പിക്കാൻ ആവശ്യമായ, ഒരു സ്ഥാപനത്തിൻ്റെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ ആവശ്യമായ തന്ത്രങ്ങളാണ്, സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ്. ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പോളിസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗൈഡ് ലൈൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ടു വേരിയസ് മാനേജേഴ്സ്. എന്ന് പറഞ്ഞാൽ മാനേജേഴ്സിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നയങ്ങൾ. അപ്പോൾ മാനേജ്മെൻറ്റിന് തീരുമാനമെടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളെയാണ് നമ്മൾ നയങ്ങൾ എന്ന് പറയുന്നത്. It defines the limit within which the decisions can be made. ഈ തീരുമാനങ്ങൾ എടുക്കേണ്ട പരിധി അത് പറയുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സാമ്പിൾ: പ്രൊമോഷൻ ഈസ് ബേസ്ഡ് ഓൺ മെറിറ്റ് ഓൺലി. ഇതൊരു സ്ഥാപനത്തിൻ്റെ നയമാണെങ്കിൽ ഇറ്റ് സേസ് ദാറ്റ്, ഇതെന്താ പറയുന്നത്, വൈൽ ടേക്കിംഗ് ഡിസിഷൻ ഓൺ പ്രൊമോഷൻ മെറിറ്റ് വിൽ ബി ദി സോൾ ക്രൈറ്റീരിയൻ. അപ്പോൾ പ്രൊമോഷൻ ഒരു സ്ഥാപനത്തിൽ താഴെ തട്ടിലുള്ള ജീവനക്കാരെ ഉയർന്ന തട്ടിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു, പ്രൊമോഷൻ കൊടുക്കുകയാണ്. ഇങ്ങനെ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ സ്ഥാപനത്തിനൊരു നയം ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു നയം എന്താണ്? പ്രൊമോഷൻ ഈസ് ബേസ്ഡ് ഓൺ മെറിറ്റ് ഓൺലി. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രൊമോഷൻ നൽകുകയുള്ളൂ. അപ്പം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രൊമോഷൻ നൽകുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ മാനേജേഴ്സ് തീരുമാനമെടുക്കുമ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കാൻ പാടില്ല, റെക്കമെൻഡേഷൻ നോക്കാൻ പാടില്ല, മറ്റൊന്നും നോക്കാൻ പാടില്ല. മെറിറ്റ് മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് പ്രൊമോഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ മാനേജർമാർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന പൊതു പ്രസ്താവനകളാണ് നയങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു കോളേജുണ്ട്, ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു കോളേജ് ഉണ്ടെങ്കിൽ കോളേജിൽ അഡ്മിഷൻ
ഫോർ ബി കോമിന് കുട്ടികൾക്ക് 60% കുറവ് മാർക്കുള്ള കുട്ടികൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അഡ്മിഷൻ നൽകില്ല എന്നൊരു നയം ഒരു കോളേജ് എടുത്താൽ പിന്നെ അവിടെ 60% ഈ പ്രിൻസിപ്പാൾ അവിടുത്തെ അധികാരികളും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ 60% മാർക്കിന് മുകളിലുള്ളവർ മാത്രം നോക്കിയേ സെലക്ട് ചെയ്യുള്ളൂ. അതിന് താഴെയുള്ളവരെ സെലക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ ആ നയങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടേ മാനേജേഴ്സിന് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ലിമിറ്റുണ്ട്. എന്താണ് 60% എന്നുള്ള ലിമിറ്റ്. ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടേ മാനേജേഴ്സിന് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇറ്റ് ഡിഫൈൻസ് ദ ലിമിറ്റ് വിത്തിൻ വിച്ച് ഡിസിഷൻസ് ക്യാൻ ബി മെയ്ഡ്. തീരുമാനങ്ങൾ എടുക്കുന്നത് നയങ്ങളുടെ ഈ ലിമിറ്റിൽ നിന്നുകൊണ്ടാണ്. എത്രയാണോ നമ്മൾ നയങ്ങൾ എന്താണോ തീരുമാനിച്ചാൽ ആ നയങ്ങളിൽ 60% മാർക്ക് കിട്ടിയവർക്ക് മാത്രമേ അഡ്മിഷൻ ഉള്ളൂ എന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിൻ്റെ മുകളിലുള്ള മാർക്കുള്ളവർക്ക് മാത്രമേ അഡ്മിഷൻ കൊടുക്കാൻ പാടുള്ളൂ. അവിടെ ആ ലിമിറ്റ് പരിധി നിശ്ചയിക്കുന്നത് ഈ പോളിസികളാണ്, നയങ്ങൾ. അപ്പോൾ ഇറ്റ് ഈസ് എ ഗൈഡ് ലൈൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ടു വേരിയസ് മാനേജേഴ്സിന് തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നയങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത പ്രൊസീജിയർ എന്താണ്? പ്രൊസീജിയർ ഈസ് എ ക്രോണോളജിക്കൽ ഓർഡർ ഓർ സ്റ്റെപ്സ് ടു ബി അണ്ടർടേക്കൺ ടു എൻഫോഴ്സ് എ പോളിസി. ഒരു നയം നടപ്പാക്കുന്നതിനാവശ്യമായ സ്റ്റെപ്പുകളാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്രമമാണ് നടപടിക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ ഒരു നയം ഉണ്ടെങ്കിൽ ഇപ്പോൾ 60% മുകളിൽ മാർക്കുള്ള കുട്ടികൾക്കേ അഡ്മിഷൻ ഉള്ളൂ, ബി.കോമിന് അഡ്മിഷൻ ഉള്ളൂ എന്ന് ഒരു നയം സ്ഥാപനത്തിനുണ്ടെങ്കിൽ പിന്നെ അത് നടപ്പാക്കാൻ ആവശ്യമായ സ്റ്റെപ്പുകൾ സ്വീകരിക്കാം. അതിനെയാണ് നമ്മൾ നടപടിക്രമങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, ടു ഇംപ്ലിമെൻറ്റ് എ പോളിസി ഓഫ് സെലക്ടിങ് എംപ്ലോയീസ്. ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നതിനൊരു നയം എടുത്തിട്ടുണ്ട്. ഇന്ന രീതിയിലുള്ള തൊഴിലാളികൾ, അവരുടെ കഴിവുകൾ ഇത്ര വേണം, അവർക്ക് മാർക്ക് അവരുടെ ടെസ്റ്റിൽ, റിട്ടൺ ടെസ്റ്റിൽ, എഴുത്ത് പരീക്ഷയിൽ അവർക്ക് ഇത്ര മാർക്ക് ലഭിക്കണം, ഇൻ്റർവ്യൂവിൽ ഇത്ര മാർക്ക് ഉണ്ടാകണം എന്നൊക്കെ ഒരു നയം എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ റിട്ടൺ ടെസ്റ്റിൽ, എഴുത്ത് പരീക്ഷയിൽ 70% മാർക്കുള്ളവരെ അഡ്മിറ്റ് ചെയ്യുള്ളൂ, സെലക്ട് ചെയ്യുള്ളൂ, തൊഴിലാളികളെ സെലക്ട് ചെയ്യുള്ളൂ എന്ന് നയമായിട്ട്. അതുപോലെ ഇൻ്റർവ്യൂവിൽ ഒരു 20 മാർക്കിൽ 15 മാർക്ക് കിട്ടിയവരെ മാത്രമേ തിരഞ്ഞെടുക്കൂ, ജോലിക്ക് തിരഞ്ഞെടുക്കൂ എന്ന് തീരുമാനിച്ചാൽ അതിനാവശ്യമായ നടപടികൾ ഈ ഒരു ഇതൊരു സ്ഥാപനത്തിൻ്റെ നയമാണ്, ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന്. അതിനാവശ്യമായ നടപടികൾ തൊഴിലാളികളെ സെലക്ട് ചെയ്യാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാം. അതെന്തൊക്കെയാവാം? ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻസ്. ഈ നടപടിക്രമങ്ങളിൽ ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻസ്, അപേക്ഷകൾ സ്വീകരിക്കുന്നവരാണ്. ടെസ്റ്റ്, എഴുത്ത് പരീക്ഷകൾ നടത്താം. ഇൻ്റർവ്യൂ നടത്തും. റഫറൻസസ്, പിന്നെ ഈ തിരഞ്ഞെടുത്ത തൊഴിലാളികളെക്കുറിച്ച് അന്വേഷിക്കും. റഫറൻസ് പറഞ്ഞാൽ പോലീസ് വെരിഫിക്കേഷനോ അല്ലെങ്കിൽ അവിടെ ലൊക്കാലിറ്റിയിലോ അന്വേഷിക്കും. ദെൻ പ്രിപ്പയർ ദ ലിസ്റ്റ് ഓഫ് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ്. എന്നിട്ടാണ് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തൊഴിലാളികളെ സെലക്ട് ചെയ്യാനാവശ്യമായ ഈ സ്റ്റെപ്പുകളൊക്കെയാണ് ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻസ്, ടെസ്റ്റ്, ഇൻ്റർവ്യൂ, ഇതൊക്കെ നടത്തണം. ഇതിനൊക്കെയാണ് നമ്മൾ ഈ നടപടിക്രമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികളെ സെലക്ട് ചെയ്യാൻ ആവശ്യമായ നമ്മൾ മുകളിൽ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ, ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻസ്, ടെസ്റ്റ്, ഇൻ്റർവ്യൂ, റെഫറൻസ്, ഇതൊക്കെ ഇതിൻ്റെ നടപടിക്രമങ്ങളാണ്. അപ്പോൾ നടപടിക്രമങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തതായിട്ട് റൂൾസ് ആർ ദി ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ടിങ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തി ചെയ്യാനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളെയാണ് നമ്മൾ റൂൾസ്, നിയമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ സ്പെസിഫൈ വാട്ട് ഷുഡ് ബി ഡൺ ഓർ നോട്ട് ടു ബി ഡൺ ഇൻ എ ഗിവൺ സിറ്റുവേഷൻ.
ഒരു സാഹചര്യത്തിൽ എന്തു ചെയ്യണം, എന്തു ചെയ്യരുത് എന്ന് ഇത് പ്രസ്താവിക്കുന്നു. അപ്പോൾ ഒരേ പ്രവൃത്തി ചെയ്യാനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളെയാണ് നമ്മൾ നിയമങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ടിങ് ആൻ ആക്ഷൻ, ഗൈഡ് ലൈൻസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളെ നമ്മൾ പോളിസീസ് എന്ന് പറയും. പോളിസീസ് എന്ന് പറഞ്ഞാൽ ഗൈഡ് ലൈൻസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. എന്നാൽ റൂൾസ് പറഞ്ഞാൽ ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ടിങ് ആക്ഷൻ. ഒരു പ്രവൃത്തി ചെയ്യുന്നതിനാവശ്യമായ നിയമങ്ങളാണ് റൂൾസ് എന്ന് പറയുന്നത്. ഇത് വാട്ട് ഷുഡ് ബി ഡൺ, ഇത് എന്ത് ചെയ്യണമെന്ന് പറയുന്നു. നോട്ട് ടു ബി ഡൺ, എന്ത് ചെയ്യരുത് എന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് കൃത്യമായി പറയുന്നതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഓഫീസ് ഓപ്പൺസ് അറ്റ് 10 AM, 10 മണിക്ക് ഓഫീസ് തുറക്കുന്നു. ഇത് ഒരു നിയമമാണ്. സ്മോക്കിംഗ് ഈസ് പ്രൊഹിബിറ്റഡ് ഇൻസൈഡ് ദി ഓഫീസ്, ഓഫീസിനുള്ളിൽ പുകവലിക്കരുത്. ഇതൊക്കെ നിയമങ്ങളായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് ഉള്ള എന്ത് ചെയ്യരുത് എന്ത് ചെയ്യാൻ പാടുണ്ട് എന്ന് പറയുന്നതാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഓൾ എംപ്ലോയീസ് ഷുഡ് ബി പ്രസൻറ്റ് ഇൻ ദ ഓഫീസ് അറ്റ് 10 AM, 10 മണിക്ക് എല്ലാ തൊഴിലാളികളും ഓഫീസിൽ ഹാജരാകണം എന്നുള്ള ഒരു നിയമം. ഇതൊക്കെ സ്ഥാപനത്തിൽ അച്ചടക്കം, ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിനുള്ളതാണ് ഈ റൂൾസ് എന്ന് പറയുന്നത്, നിയമങ്ങൾ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അടുത്ത മെത്തേഡ്സ്, രീതികൾ. മെത്തേഡ്സ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ഗൈഡൻസ് ഫോർ ഡേ ടു ഡേ ആക്ഷൻ. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നവയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ദൈനംദിന പ്രവർത്തനം, ഓരോ ദിവസം നടക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണം എന്നത് മെത്തേഡ്സ്, രീതികളാണ് പറയുന്നത്. ഉദാഹരണത്തിന് എക്സാമ്പിൾ, ടൈം റേറ്റ് സിസ്റ്റം ഓർ പീസ് റേറ്റ് സിസ്റ്റം ഇൻ വേജ് പേയ്മെൻറ്റ്. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നതിന് 2 രീതികൾ സ്വീകരിക്കാം. ഒന്ന്, ഇത് ദൈനംദിനം കൂലി കൊടുക്കണം. ഒന്ന് ടൈം റേറ്റ് സിസ്റ്റത്തിലാകും. സമയത്ത് ഇത്ര സമയം ജോലി ചെയ്താൽ ആ സമയം ഇൻറ്റു ടൈം റേറ്റ് പറഞ്ഞാൽ അപ്പോൾ 1 മണിക്കൂറിന് 100 രൂപ കൂലി എങ്കിൽ 7 മണിക്കൂർ ജോലി ചെയ്താൽ അല്ലെങ്കിൽ 8 മണിക്കൂർ ജോലി ചെയ്താൽ 8 ഗുണിക്കണം 100, 8 × 100 എന്ന് പറയുന്നത് 800 രൂപ. അപ്പോൾ ഇങ്ങനെ ടൈം റേറ്റ് രീതിയിൽ തൊഴിലാളികൾക്ക് കൂലി എടുക്കാം. അപ്പോൾ അത് മെത്തേഡാണ്. അല്ലെങ്കിൽ പീസ് റേറ്റ് സിസ്റ്റം, ഒരു പീസ് ഉണ്ടാക്കിയാൽ, ഉദാഹരണത്തിന് ഉപകരണങ്ങൾ ഉണ്ടാക്കുകയാണ്, ടൂൾസ്, ചുറ്റികയാണ് ഉണ്ടാക്കുന്നത് വിചാരിച്ചു, ചുറ്റിക ഉണ്ടാക്കും, അല്ലെങ്കിൽ കത്തി ഉണ്ടാക്കും. അപ്പോൾ ഒരു കത്തി ഉണ്ടാക്കിയാൽ 200 രൂപ, 2 കത്തി ഉണ്ടാക്കിയാൽ 400. അപ്പോൾ കത്തിക്ക് ഒരു പ്രോഡക്റ്റ് പീസാണ്, ഒരു പീസിന് 200 രൂപ. ആ രീതിയിൽ പീസ് റേറ്റ് സിസ്റ്റത്തിലും കൂലി കൊടുക്കാം. അപ്പോൾ ഈ രീതി 2 രീതിയിലും കൂലി കൊടുക്കാം. ഇത് എങ്ങനെ കൂലി കൊടുക്കണം, ഇതിൻ്റെ രീതി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ് പറയാം എങ്ങനെ കൊടുക്കേണ്ടതിൽ. മോസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഈസ് ടു ബി അഡോപ്റ്റഡ് ഇൻ ദി ഓർഗനൈസേഷൻ ഫോർ ബെറ്റർ പെർഫോമൻസ്. അപ്പോൾ ഇനി ഓഫീസിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഏറ്റവും നന്നായുള്ള പ്രവർത്തനത്തിന് ടൈം റേറ്റ് സിസ്റ്റമാണോ പീസ് റേറ്റ് സിസ്റ്റമാണോ ഏതാ ഏറ്റവും നല്ലത് വെച്ചാൽ അത് മാനേജേഴ്സിന് സ്വീകരിക്കാം. അപ്പോൾ ഈ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ദൈനംദിനമായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ്. ഇനി അടുത്തതായിട്ടുള്ളത് പ്രോഗ്രാംസ്. പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി ആക്ടിവിറ്റീസ് നെസറി ഫോർ അച്ചീവിങ് എ ഗിവൺ ടാസ്ക്. ഒരു പ്രവൃത്തി ചെയ്യുന്നതിനുള്ള, ഒരു ടാസ്ക് നേടുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളെയുമാണ് നമ്മൾ പ്രോഗ്രാംസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി ആക്ടിവിറ്റീസ് നെസറി ഫോർ അച്ചീവിങ് എ ഗിവൺ ടാസ്ക്. ഒരു ടാസ്ക് നേടുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കൂട്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഓപ്പണിംഗ് 5 ന്യൂ ബ്രാഞ്ചസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങിയ
ഡെപ്യൂട്ടിങ് എംപ്ലോയീസ് ഫോർ ട്രെയിനിങ്ങിന് എംപ്ലോയീസിനെ ഡെപ്യൂട്ട് ചെയ്യാൻ. ഇൻസ്റ്റാളിങ് എ ന്യൂ മെഷീൻ, ഒരു പുതിയ മെഷീൻ സ്ഥാപിക്കുക. ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ ആവശ്യമായ പ്രവർത്തനങ്ങൾ ആണ് നമ്മൾ പരിപാടികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രാംസ് തരാൻ all the activities necessary includes all the activities necessary for achieving a given task. ഒരു പ്രവൃത്തി, ഒരു ടാസ്ക് ചെയ്യുന്നതിനുള്ള, ഒരു ടാസ്ക് നേടുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളെയുമാണ് നമ്മൾ പ്രോഗ്രാംസ് തരാൻ. ഇപ്പോൾ നേരത്തെ നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 5 പുതിയ ബ്രാഞ്ചുകൾ സ്ഥാപിക്കുക. അപ്പോൾ ഒരു പുതിയ ബ്രാഞ്ച് സ്ഥാപിക്കാൻ ആവശ്യമായ എല്ലാ പരിപാടികളെയും നമ്മൾ ആ ബ്രാഞ്ച് തുടങ്ങാനുള്ള പരിപാടികളായിട്ട്, പ്രോഗ്രാംസ് ആയിട്ട് കണക്കാക്കും. അല്ലെങ്കിൽ എംപ്ലോയീസ് ഫോർ ട്രെയിനിങ്ങിന് തൊഴിലാളികളെ ട്രെയിനിങ്ങിന് അയക്കുക. അപ്പോൾ ട്രെയിനിങ്ങിന് അയക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ അതിൻ്റെ പ്രോഗ്രാംസ് പറയും. ഇൻസ്റ്റാളിങ് എ ന്യൂ മെഷീൻ, ഒരു പുതിയ മെഷീൻ സ്ഥാപിക്കുക. അപ്പോൾ ഒരു പുതിയ മെഷീൻ സ്ഥാപിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളെയും ആ മെഷീൻ സ്ഥാപിക്കുന്നതിൻ്റെ പരിപാടികളായിട്ട് നമ്മൾ പ്രോഗ്രാംസ് ആയിട്ട് പറയും. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ തന്നെ യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്നു. യൂത്ത് ഫെസ്റ്റിവൽ നടത്തുകയാണെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ നടത്താൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ വിവിധ ഭാഗങ്ങളായി തരംതിരിച്ചിട്ട് ഓരോരുത്തരെ ഏൽപ്പിച്ച് അതിൻ്റെ എല്ലാ പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്യും. അപ്പോൾ ഇത് ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടത്താൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ അതിൻ്റെ പരിപാടികൾ എന്ന് പറയാം, പ്രോഗ്രാംസ് എന്ന് പറയാം. ബഡ്ജറ്റ്, അടുത്തത് നമുക്ക് ബഡ്ജറ്റാണുള്ളത്. ബഡ്ജറ്റ് ഈസ് എ പ്ലാൻ വിച്ച് സ്റ്റേറ്റ്സ് ദ എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് ഓഫ് എ ഗിവൺ പീരിയഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. ഇതും ഒരു തരം പ്ലാനാണ്. ഇവിടെ നമ്മൾ ഈ ഒരു വർഷത്തേക്ക്, ഒരു പീരിയഡിൽ എന്ന് പറഞ്ഞാൽ ഈ വർഷം നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്, അപ്പോൾ സെയിൽസിലാവാം, വിൽപ്പനയിൽ. ഇപ്പോൾ എക്സ്പെക്റ്റഡ് സെയിൽസ്, പ്രതീക്ഷിക്കുന്ന വിൽപ്പന. ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന വിൽപ്പന നമ്മൾ ന്യൂമറിക്കൽ ടേംസ്, നമ്മളത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്, സംഖ്യാരൂപത്തിൽ പറയുമ്പോൾ അതിന് നമ്മൾ ബഡ്ജറ്റ് പറയും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ടിനെ, ഒരു കാലയളവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ടിനെ സംഖ്യാരൂപത്തിൽ പറയുന്നതിനാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അത് എക്സ്പെക്റ്റഡ് സെയിൽസ് ആവാം. ഉദാഹരണത്തിന് ഈ വർഷം 1,00,000 രൂപയുടെ സെയിൽസ് നടക്കണം, അപ്പോൾ അത് സെയിൽസ് ബഡ്ജറ്റാണ്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ടാകും. ഉദാഹരണം, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് പറയുമ്പോൾ ഈ വർഷം 1000 ടൺ ഉൽപ്പാദനം നടത്തണം, പ്രൊഡക്ഷൻ ബഡ്ജറ്റാണ്. അവരെ ക്യാഷ് ബഡ്ജറ്റാണെന്നുണ്ടെങ്കിൽ ഈ വർഷം 10,00,000 രൂപയിൽ കൂടുതൽ ചിലവാകരുത്, ക്യാഷ് ബഡ്ജറ്റ്. എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് അതുപോലെ തന്നെ ഈ വർഷം എല്ലാ ചിലവുകളും കൂട്ടിയാലും അതിൻ്റെ പാടില്ല, 2,00,000 രൂപയിൽ കൂടരുത്, അത് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്. ഇങ്ങനെ നമുക്ക് ഓരോന്നിനും ഓരോ ബഡ്ജറ്റുകൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ബഡ്ജറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ടിനെ സംഖ്യാരൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് ബഡ്ജറ്റ്. സെയിൽസ് ബഡ്ജറ്റ്, ഉദാഹരണം, അടുത്ത വർഷം 2,00,000 രൂപയുടെ സെയിൽസ് നടക്കും, അപ്പോൾ അത് സെയിൽസ് ബഡ്ജറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ടൈപ്സ് ഓഫ് പ്ലാൻസ് എന്നതിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം, ടൈപ്സ് ഓഫ് പ്ലാൻസ് 2 രീതിയിൽ അതിൻ്റെ വർഗീകരണമുണ്ട്, തരംതിരിവുണ്ട്. ഒന്ന് അതിൻ്റെ കാലത്തിൻ്റെയും ഉപയോഗത്തിൻ്റെയും, കാലദൈർഘ്യത്തിൻ്റെയും ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയി തരംതിരിക്കാം. ഒന്ന് സിംഗിൾ യൂസ് പ്ലാൻ, 2 സ്റ്റാൻഡിങ് പ്ലാൻ. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്ലാനുകളാണ്. അത് ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ നീണ്ടു നിൽക്കുന്നതാണ്. എന്നാൽ സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് ദീർഘകാലത്തേക്ക് തുടർച്ചയായി ചെയ്യേണ്ടതിന് വേണ്ട ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ ദീർഘകാലത്തേക്ക് തുടർച്ചയായി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയുന്നത്.
ഈ സ്റ്റാൻഡിങ് പ്ലാനുകൾ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, റൂൾസ് ഒക്കെ വരും. ഇനി നമുക്ക് പ്ലാനുകളെ അവ എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത്, പ്ലാനുകൾ കൊണ്ട് എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലാനുകളെ 8ആയി തരം തിരിക്കാമെന്ന് വെച്ചു. ഒന്ന് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ, അത് സ്ഥാപനത്തിൻ്റെ എൻഡ് റിസൾട്ടാണ്. സ്ട്രാറ്റജി പറഞ്ഞാൽ രീതികൾ, ആ ലക്ഷ്യം നേടാൻ ആവശ്യമായ തന്ത്രങ്ങളെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പോളിസി പറഞ്ഞാൽ നയങ്ങൾ, മാനേജേഴ്സിന് തീരുമാനമെടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പോളിസി എന്ന് പറയും. പ്രൊസീജിയർ പറഞ്ഞാൽ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊസീജിയർ ഈസ് എ ക്രോണോളജിക്കൽ ഓർഡർ സ്റ്റെപ്സ് ടു ബി അണ്ടർടേക്കൺ ടു എൻഫോഴ്സ് ഒരു നയം നടപ്പാക്കാൻ ആവശ്യമായ സ്റ്റെപ്പുകളാണ് പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത റൂൾസ് മെത്തേഡ്സ് പറഞ്ഞാൽ ഡീറ്റെയിൽസ്ഡ് ആൻഡ് സ്പെസിഫിക് ഗൈഡൻസ് ഫോർ ഡേ ടു ഡേ ആക്ഷൻ, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ് മെത്തേഡ്സ് അറിയുന്നത്. രീതികൾ അറിയുന്നത്. പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ റൂൾ എന്ന് പറഞ്ഞാൽ റൂൾസ് ആർ ദി ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ടിങ് ആൻ ആക്ഷൻ. ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ് റൂൾസ്, നിയമങ്ങൾ എന്ന് പറയുന്നത്. പ്രോഗ്രാംസ് പറഞ്ഞാൽ ഇൻക്ലൂഡ്സ് all the activities for achieving a given task. ഒരു ടാസ്ക് നേടുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് പറയുന്നതാണ് പ്രോഗ്രാംസ്, പരിപാടികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഡ്ജറ്റ് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്ന് പറയാം. ചുരുക്കി പ്രതീക്ഷിക്കുന്ന റിസൾട്ടിൻ്റെ സംഖ്യാരൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പ്രതീക്ഷിക്കുന്ന റിസൾട്ടിന് ഈ വർഷം 1,00,000 രൂപയുടെ സെയിൽസ് നടക്കും. അപ്പോൾ 1,00,000 രൂപയുടെ സെയിൽസ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നു. ഈ രീതിയിൽ ഇതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 കാര്യങ്ങൾ പ്ലാനുകൾ 2 രീതിയിൽ വർഗീകരിക്കുന്നവർ പഠിച്ചു. ആദ്യം 2ആയി തിരിക്കുന്നവർ പഠിച്ചു. ഇത് 8ആയി തിരിക്കുന്നതും പഠിച്ചു. ഈ 2 കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് വായിച്ച് നോക്കിയിട്ട് ഇന്നത്തെ ചെറിയൊരു മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യാം.